ഭാഗം പാമ്പിൻകാവിന് സമീപത്തു നിന്ന് നടന്ന് നിവി പഴയ തറവാട് നിന്നിരുന്ന വളപ്പിലെത്തി. കാടും പുല്ലും പിടിച്ച് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം നാല് വശവും മതില് കെട്ടി എന്തിനോ വേണ്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ഇവിടെ കാട് പിടിച്ചത്! ഒരു വീടുണ്ടായിരുന്നു എന്ന ഒരടയാളം പോലും കാണാനില്ല. 1 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ പോലും ഇത്ര പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നില്ല. വിശാലമായ ഒരു സ്ഥലം. അന്ന് ഓർത്തു, കുട്ടിക്കാലത്ത് കളിക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് പരിഭവം പറയുമായിരുന്നു, നമുക്ക് വലിയ മുറ്റം വേണം, ആ തൊടി കുറച്ച് മുറ്റാക്കാൻ പറ്റുമോ? മുത്തശ്ശൻ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീടാവുമ്പോൾ മുറ്റം വേണം, മാവിനും പ്ലാവിനും വളരാൻ വളപ്പും വേണം. ഇപ്പം തന്നെ അടിച്ചോരി എത്തണില്ല എന്നാ കാളിയുടെ പരാതി. ഇന്ന് വീടില്ല. കുട്ടികൾക്ക് പന്ത് കളിക്കാൻ ഏറെ സ്ഥലമുണ്ട്. പുല്ല് ചെത്തി വൃത്തിയാക്കിയാൽ മുറ്റം ധാരാളമായി. ആരെയോ കാത്ത് വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വളപ്പുകൾ പല ഭാഗങ്ങളായി തിരിച്ചു വച്ചിരിക്കുന്നു. ഇഴജീവികൾക്ക് അഭയവും നൽകി. ഭാഗം അത് വേർപിരിയലാണ്. അപ്പോൾ ഇഷ്ടാനിഷ്ട ജീവിതത്തിലേക്കുള്ള സ്വാതന്ത്ര്യം നൽകലാണെന്നുള്ള തോന്നലാണ്. ചിലർക്കത് സ്വാതന്ത്ര്യമാണ്, ചിലർക്കത് ആശ്വാസവും, മറ്റു ചിലർക്ക് തീരാത്ത വേദനയും. അതിനുശേഷം സ്വൈരജീവിതം നയിക്കുമ്പോൾ പ്രാരാബ്ധത്തിൽ വല്ലാതെ വിഴലുമ്പോൾ മാത്രം വരുന്ന സുഖമുള്ള നൊമ്പരമുള്ള ഒരു ഓർമ്മ. ഒരു തരത്തിൽ മക്കളെ കരുതി ആദ്യ കൊള്ളുന്നവർക്കെല്ലാം അത് അനുഗ്രഹമാണ്. എൻ്റെ കണ്ണടയണവരെല്ലാവരും ഉണ്ടാവണം എൻ്റെ അടുത്ത്, പിന്നെ എന്താ ആയിക്കോളൂ, മുത്തശ്ശൻ പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അവസാന കാലമാകുമ്പോഴേക്കും കാരണവന്മാരുടെ ചിന്ത മാറും. ഉൾവിളിയാലെന്ന വണ്ണം പറയും, കണ്ണടയണേൻ്റെ മുമ്പേ വേണ്ടത് ആക്കൊക്കെ വെച്ചാൽ തീരുമാനമാക്കണം, എന്നിട്ട് വേണം. കൃഷ്ണ ഗുരുവായൂരപ്പ. അന്ന് തറവാട് പൊളിക്കുന്ന നേരം ഉണ്ണിയേട്ടൻ്റെ ചുമലിൽ കുറേ നേരം ചാരിക്കിടുന്നത് നിവിക്ക് ഓർമ്മ വന്നു. ഉണ്ണിയേട്ടന് വേറെ വീട് കയറ്റുണ്ടോ വല്യമ്മാമ? ഉണ്ണി ഒന്നും മിണ്ടിയില്ല. 3-4 പേർ ചേർന്ന് ഓടുകൾ ശ്രദ്ധാപൂർവം എടുത്ത് ക്രമത്തിൽ താഴെ വയ്ക്കാൻ തുടങ്ങി. അവസാനം കരി പിടിച്ചതും ചിതലരിച്ചതുമായ പട്ടികകൾ മാത്രമായി. മുറികളും ഇടനാഴിയും അഞ്ചാമ്പരയും അടുക്കളയും അതിലൂടെ വ്യക്തമായി കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു ഭയം തോന്നി. സുരക്ഷിതമായി ചുവട്ടിലിരുന്നിരുന്ന ഒരു തണൽമരം വെട്ടിയ പോലെ. അയ്യോ, ഇപ്പം മഴ പെയ്ത നിലമൊക്കെ ആകെ നനയില്ലേ? നന്ദിനിക്കുട്ടിയുടെ ശബ്ദമാണ്. അവളെ ചേർത്ത് പിടിച്ചു. മുറ്റത്ത് ഒരു ഭാഗത്ത് അടുക്കി വെച്ചിരുന്ന പഴയ ഫോട്ടോകൾക്കിടയിൽ നിന്ന് ഒരു പല്ലി പരിഭ്രമത്തോടെ മുറ്റത്തേക്ക് ചാടി. ട്യൂബിനിടയിലും ചുമരിൽ തൂക്കിയിരുന്ന പഴയ ഫോട്ടോകൾക്കിടയിലും ഉണ്ടായിരുന്ന ഗൗളികളെല്ലാം എവിടെ പോയി? സങ്കടം തോന്നി. സ്വസ്ഥമായ അഭയസ്ഥാനം പെട്ടെന്ന് നഷ്ടപ്പെട്ട അന്താളിപ്പിലാവാം. 2 നൂറ്റാണ്ടുകളായി അവയുടെ തലമുറകളെല്ലാം വസിച്ചിരുന്നത് ഇവിടെയായിരുന്നല്ലോ. 1-2 പ്രാവുകൾ മൂലോടിനിടയിൽ നിന്നും എങ്ങോട്ടെന്നില്ലാതെ കുറുകി പറന്നുപോയി. അപരിചിതത്വത്തിന്റെ അന്തരീക്ഷത്തിൽ അവയും അന്താളിപ്പിലാവാം. വീടിനുള്ളിൽ നിന്ന് ചെറിയ കുട്ടികളുടെ കരച്ചിലും ചിരിയും ശകാരവും അട്ടഹാസവും കളിതമാശകളും ചെവിയിൽ മുഴങ്ങുന്ന പോലെ നിവിക്ക് തോന്നി. നേരം 6 ആയി കുട്ടിയെ, കാലും കൈയും കഴുകി വിളക്കൊന്ന് കൊളുത്ത്. സന്ധ്യ ആയാലും കളി കളീന്നേ വിചാരമുള്ളൂ. ആരോ പിന്നെ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെ തോന്നി. ഇപ്പോ വിളക്കൊന്നും വേണ്ടല്ലോ, എത്ര കാലം അതിങ്ങനെ പറഞ്ഞുതരാൻ മുത്തശ്ശി ഉണ്ടാവാന്നറിയില്ല. ശബ്ദം നേർത്ത് അന്തരീക്ഷത്തിലേക്ക് ലയിക്കുന്നു. നിവിയുടെ കണ്ണ് നനഞ്ഞു. ചുറ്റികയും പിക്കാസുമായി പണിക്കാർ ഭിത്തികൾ സാവധാനം പൊളിക്കാൻ തുടങ്ങി. വെറും മണ്ണ് കുഴച്ചുണ്ടാക്കിയ ഒരു നാലുകെട്ട് 2 നൂറ്റാണ്ടിലധികം ഒരു ന്യൂനതയുമില്ലാതെ നിന്നിരുന്നു എന്നോർക്കുമ്പോൾ വല്ലാത്ത ആശ്ചര്യം തോന്നുന്നു. വളർത്തുപൂച്ച എവിടെ നിന്നോ അടുത്തു വന്ന് മുട്ടി ഉരുമി കുറുകാൻ തുടങ്ങി. അവൾക്കും പരിഭവം കാണും. മഴ പെയ്യാതിരിക്കട്ടെ. ചെറിയ ചോർച്ചയ്ക്ക് പോലും പാത്രം വെച്ചിരുന്നതും കുടപ്പനയില വെച്ചിരുന്നതും ഓർത്തപ്പോൾ മഴയെ ആ നിമിഷം വല്ലാതെ ഭയന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ശൂന്യതയിലേക്ക് അധിക നേരം നോക്കാനാവാതെ അന്ന് നന്ദിനിയുടെ കൈ പിടിച്ച് പുഴക്കടവിലേക്ക് നടന്നു. നിറയെ യാത്രക്കാരെയും കയറ്റി തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ചില തോണികൾ അത് നോക്കി നിന്നു. സഞ്ചാരം ഒഴിച്ചുകൂടാനാവാത്തതാണ് എല്ലാവർക്കും.
ഈ ഭൂമിയിൽ നിന്ന് പോലും. അതിനൊത്ത് മാറ്റവും. ഈ ഭൂമിയിൽ ആരും സ്ഥിരതാമസക്കാരല്ലല്ലോ. തുരുമ്പ് പിടിച്ച ഗേറ്റ് തുറന്നു മടങ്ങുമ്പോൾ ഓർത്തു, പുതിയ അതിഥികളെയും തലമുറകളെയും കാത്ത് പലതരം ഭൂവിഭാഗങ്ങൾ എവിടെയൊക്കെയോ ഇതേപോലെ കാടുപിടിച്ച് കിടക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ വീണ്ടും മാറ്റങ്ങൾ വന്നു. സ്ഥലത്തിന്റെ അവകാശികൾ പലരും ഇന്നില്ല. എന്തുതന്നെയായാലും